മുഹിയുദ്ദീൻ അഹമ്മദ് മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉറങ്ങുന്നത് ഇവിടെയാണ്. കഥ പറയാം. ഡൽഹി ജമാ മസ്ജിദിന് മുമ്പിലെ ബഹളമയമായ മാർക്കറ്റിനോട് ചേർന്ന് ശാന്തമായ ഒരിടമുണ്ട്. അവിടെയാണ് ഏറെ ശാന്തമായി മൗലാന അബുൽ കലാം ആസാദ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ജമാ മസ്ജിദിലെ 2-ാം നമ്പർ ഗേറ്റിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയാണ് ഈ ഇടം. മനോഹരമായി സജ്ജീകരിച്ച ഈ പൂങ്കാവനത്തിന് നടുവിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉറുദുവിലും പേരെഴുതി വെച്ച മാർബിളിൽ തീർത്ത ഖബർ. ചരിത്രപ്രസിദ്ധമായ ജമാ മസ്ജിദിനോട് ചേർന്ന് ഒരു ചരിത്ര പുരുഷൻ ഉറങ്ങുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, അങ്ങനെ വിശേഷണങ്ങൾ അനേകമുണ്ട്. തർജുമാനുൽ ഖുർആൻ എന്ന പേരിൽ ഒരു ഖുർആൻ വിവർത്തന കൃതി കൂടിയുണ്ട് മൗലാനയ്ക്ക്. 1888 മക്കയിൽ ജനിച്ച അദ്ദേഹം 1958 തൻ്റെ 69-ാം വയസ്സിൽ ഡൽഹിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. മൗലാന അബുൽ കലാം ആസാദ് അടക്കമുള്ള ഒട്ടേറെ പേരാണ് ഇന്ത്യയെ മതേതര രാജ്യമാക്കി നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. അതെല്ലാം ചരിത്രമാണ്. ചരിത്രങ്ങൾ നാളേക്കുള്ള വെളിച്ചമായിരിക്കണം. വീണ്ടും കാണാം.